ഇടുക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മടിക്കരുതേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുട്ടികളും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പൊട്ടറ്റോ നോക്കി എടുക്കുക കേട്ടോ. നല്ല പച്ചയായിട്ടുള്ള പൊട്ടറ്റോ നോക്കി എടുക്കുക. അത് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ പീൽ ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലിയറാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആ സൈഡ് വശത്തെ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നല്ല നീളത്തിൽ നമുക്ക് കട്ടാക്കി എടുക്കാം. 4 വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാവേ. അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ നന്നായിട്ട് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഈവനായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിനി അതവിടുന്ന് എടുക്കാം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പൊട്ടറ്റോയിലെ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ പൊട്ടറ്റോ കറുത്ത് പോവുകയില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, നമുക്ക് വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അപ്പോൾ അത് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ നോർമൽ വാട്ടർ മതിയാവും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ നോർമൽ വാട്ടർ കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ ആവശ്യമായ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങാറാകുന്ന സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസിന് കറക്റ്റായിട്ട് ഉപ്പൊക്കെ പിടിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. 5 മിനിറ്റ് മാത്രം ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അധികം സമയം ഇട്ടെടുക്കരുത്. നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാവേ. അപ്പോൾ നന്നായിട്ട് പൊട്ടറ്റോ ഒക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ വെള്ളം അങ്ങ് ഊറ്റി മാറ്റുവാണ്. നമ്മൾ ആ തിളപ്പിച്ച വെള്ളം നമുക്ക് വേണ്ട. നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. നമുക്ക് ഈ തിളച്ച വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിനകത്ത് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനകത്തുള്ള സ്റ്റാർച്ചും എല്ലാം നമുക്ക് നന്നായിട്ട് പോയി കിട്ടും. ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം. ഈ പൊട്ടറ്റോയിലുള്ള വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഈർപ്പമൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അത് ഞാനിവിടെ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഞാനിവിടെ കോട്ടൺ ടവലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ആ വെള്ളം എല്ലാം പോകണം കേട്ടോ. ഈർപ്പം എല്ലാം പോയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതുപോലെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. ആ പൊട്ടറ്റോയിൽ എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒരു ബൗളിലാക്കിയതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കോൺഫ്ലവറോട് ചേർക്കുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. ഇതുപോലെ നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന കോൺഫ്ലവർ നമ്മളുടെ പൊട്ടറ്റോയിൽ. ഇനി നമുക്ക്
നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിൽ നമ്മളുടെ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിനകത്തേക്ക് നമുക്ക് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മളുടെ പൊട്ടറ്റോ ഇട്ടിട്ട് വറുത്ത് കോരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസാണിത്. നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണയുടെ ചൂടൊന്ന് നോക്കിക്കൊള്ളുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതായത് പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതൊരു കുറച്ച് കുക്കായി വരുമ്പോൾ നമുക്കൊന്ന് കോരി മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ക്രിസ്പിനെസ് കിട്ടും. ഞാനിവിടെ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. നമ്മളുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് സോസ് ഇതിനു വേണ്ടി പ്രത്യേകം സോസ് ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മടിക്കരുത്. തുടർന്ന് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.